സ്വർണ്ണവില കുറയുന്നതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇറാൻ യുദ്ധത്തിന് ശേഷം സ്വർണ്ണവില താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പമുണ്ട്. മാം, ഈ സ്വർണ്ണവില രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ 2 ആഴ്ചത്തെ ഏറ്റവും താഴ്ചയിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. ഈ ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ രാജ്യാന്തര സ്വർണ്ണവിലയിൽ ഉണ്ടായ ഇടിവ് 12%. 2016 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ് ഇത്. ഇങ്ങനെ പോയാൽ കേരളത്തിൽ പവൻ വില 1 ലക്ഷം രൂപയ്ക്ക് താഴെ എത്തും എന്ന് പലരും പറയുന്നുണ്ട്. 90,000 രൂപയ്ക്കും താഴെ എത്തുമെന്ന നിഗമനങ്ങൾ വരെ ഉയർന്നിട്ടുണ്ട്. അതിന് സാധ്യതയുണ്ടോ? ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത്, കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ ചർച്ച ചെയ്തപ്പോൾ സ്വർണ്ണവില 50,000 ആകും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ലോകരാഷ്ട്രീയം പെട്ടെന്ന് മാറിമറിഞ്ഞു. ഇറാൻ യുദ്ധം വന്നു. അങ്ങനെ സ്വർണ്ണവില വീണ്ടും കുത്തനെ കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രവചനം സാധ്യമാണോ? മാഡം, എങ്ങനെയാണ് ഈ സ്വർണ്ണവില കൂപ്പുകുത്തുന്നതിനെ നോക്കിക്കാണുന്നത്? സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ ലോകത്ത് ഒരു പ്രവചനം അസാധ്യമാണ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഫെബ്രുവരി 28-ന് അമേരിക്ക ഇസ്രായേൽ വേഴ്സസ് ഇറാൻ യുദ്ധം തുടങ്ങുന്നു. അതിനുശേഷം എത്രയോ പ്രാവശ്യം ട്രീറ്റിയിലെത്തി എന്ന രീതിയിൽ അവർ സംഭാഷണവുമായി മുന്നേറി. പക്ഷേ നിമിഷങ്ങളുടെ നമുക്കറിയാം, ഏതാനും നിമിഷം കഴിയുമ്പോഴത്തേക്കും കേൾക്കും തെറ്റിപ്പിരിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം, അതായത് ഈ അനിശ്ചിതാവസ്ഥ ഇല്ലാതെയാക്കണം, അതായത് സമാധാന അന്തരീക്ഷത്തിലേക്ക് മാറണമെന്ന് അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നു, ലോക ജനത മുഴുവനും ആഗ്രഹിക്കുന്നു. ലോക ജനത മുഴുവനും ഈ പറയപ്പെട്ട യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പോലും ചെറിയ ചെറിയ കാരണങ്ങൾ, ഒരുപക്ഷെ ചെറിയ കാരണങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നു എങ്കിലും അമേരിക്കയുടെ ഭാഗത്തും ഇറാൻ്റെ ഭാഗത്തും അതൊക്കെ വലിയ കാര്യങ്ങളായിരിക്കാം. കാരണം അമേരിക്ക ഞങ്ങളൊരു ഒരു ആറ്റം ശക്തിയാണ് എന്ന് ധൈര്യമായിട്ടിരിക്കുന്ന സമയത്താണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് 65% വരെ എത്തി എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്കെതിരെ പോലും ഇറാൻ വേണ്ടി വന്നാൽ അതെടുത്ത് ഉപയോഗിച്ചേക്കാം എന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. തന്നെയുമല്ല, അമേരിക്കയ്ക്ക് തന്നേക്കാൾ ശക്തമായി വേറൊരു രാജ്യം വരുന്നത് സഹിക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ കരുതിയാണ് ഇസ്രായേലിൻ്റെ കൂടെ ചേർന്ന് ഇസ്രായേലിൻ്റെ കൂടുതൽ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ 2 കൂട്ടരും കൂടെ ഇറാനെ ആക്രമിച്ചത്. പക്ഷേ ആ അനിശ്ചിതാവസ്ഥ, അതായത് ഈ 2 കൂട്ടരും 3 കൂട്ടരും ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കാര്യമായിട്ട് ഒന്നും ഇതുവരെ നിറവേറിയിട്ടില്ല. പക്ഷേ ലോകം മുഴുവനും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയും ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ കണ്ടത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു നിക്ഷേപ പദ്ധതി, അതാണ് സ്വർണം. നിക്ഷേപ മാർഗം അതായിരുന്നു സ്വർണം. ഈ കാലഘട്ടത്തിലെല്ലാം നമുക്കറിയാം, ആഗോള ഓഹരി വിപണി ഇന്ന് കരടിയുടെ പിടിയിലാണെങ്കിൽ നാളെ പതുക്കെ കാളയുടെ പിടിയിലേക്ക് പോകും. പക്ഷേ മറ്റന്നാളാകുമ്പോഴത്തേനും വീണ്ടും കരടിയുടെ പിടിയിലേക്ക് വരും. ഈ തരത്തിൽ കയറിയും ഇറങ്ങിയും കളിക്കുന്ന ഓഹരി വിപണി വെച്ചാൽ ഓഹരി ബിസിനസ് ഒരിക്കലും ഒരു അടിത്തറയുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വരുമാന മാർഗമായി അന്ന് തോന്നിയില്ല, ഈ കാലഘട്ടത്തിൽ തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ കരടിയുടെയും കാളയുടെയും കളിയിൽ ഓഹരി വിപണി കടന്നു ഉരുണ്ടത്. അതേ സമയത്ത് നമുക്കറിയാം ഡോളർ വലിയ ക്ഷതമൊന്നും കൂടാതെ തന്നെ പിടിച്ചു നിൽക്കുകയായിരുന്നു. സ്വർണമാണ് ഓഹരി വിപണിയുടെ തകർച്ചയ്ക്ക് ഇടയിലും ശക്തമായ സ്ഥാനം കൈവരിച്ചത്. അപ്പം എന്ത് സംഭവിച്ചു? അവിടുത്തെ 2016 ലെവലിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന ലെവലിലേക്ക് 28.8% ഇടിവാണ് സ്വർണം രേഖപ്പെടുത്തിയത്. അതായത് നമുക്കറിയാം, യുദ്ധം തീരുന്നു എന്ന ഒരവസ്ഥയൊക്കെ വന്നപ്പോഴേക്ക് വീണ്ടും യുദ്ധം തുടങ്ങുന്നു എന്ന അവസ്ഥ വന്നപ്പോഴാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 1,32,000 രൂപയൊക്കെ ആയിട്ട് സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നത്. അവിടെ നിന്ന് പതുക്കെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് വന്ന് ഇപ്പോൾ 1,00,000 താഴെ എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് 28%-ത്തിലധികം ഇടിവ് സ്വർണത്തിൻ്റെ മൂല്യത്തിൽ വന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്വർണത്തിൻ്റെ മൂല്യത്തിൽ എന്ന് പറയുമ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം,
അതായത് തനി തങ്കം എന്ന് പറയുന്നത് 31.1 ഗ്രാം ട്രോയ് ഔൺസ്. ആ ഒരു ട്രോയ് ഔൺസ് എന്ന് പറയുന്നത് 31.1 ഗ്രാം തനി തങ്കമാണ്. അതിൻ്റെ വില എത്രയായിരുന്നു? $5,608 വരെ എത്തിയിട്ടാണ് ഇപ്പോൾ $3,990 മൂക്കുകുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ഥിതി, അതായത് ഈ താഴേക്കുള്ള പോക്ക് ഇനിയും തുടർന്നേക്കാം. അങ്ങനെ തുടരട്ടെ എന്ന് തന്നെ നമുക്കും ആശംസിക്കാം. പക്ഷേ ഇതിനിടയ്ക്ക് വലിയ അപകടത്തിൽപ്പെട്ടവരുണ്ട്. എന്ന് വെച്ചാൽ ഗോൾഡ് ETF വഴിയും അല്ലാതെ ഗോൾഡ്, അതായത് സ്വർണ്ണ നാണയത്തിൽ നിക്ഷേപിച്ചവരുണ്ട്, സോവറിൻ ബോണ്ടുകളിൽ നിക്ഷേപിച്ചവരുണ്ട്, സ്വർണ്ണ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ, അതായത് ഡിമാറ്റ് അക്കൗണ്ട് പോലെയൊക്കെയുള്ള ഫണ്ടിൽ നിക്ഷേപിച്ചവരുണ്ട്. ഇവർക്കൊക്കെ വലിയ ഇപ്പോൾ ഈ പെട്ടെന്നുണ്ടായ ഇടിവ്, ഒരാഴ്ച 2 ആഴ്ച കൊണ്ടാണ് പെട്ടെന്ന് ഇത്രയധികം ഇടിവുണ്ടാകുന്നത്. അപ്പോൾ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദുഃഖിക്കാനൊന്നുമില്ല. ഈ പറയപ്പെട്ട ഇടിവുണ്ടായി എന്ന് പറയുന്നവരൊക്കെ കൃത്യമായിട്ട് സ്വർണത്തിൻ്റെ ETF ഒക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുന്ന അവസ്ഥയിൽ വിൽക്കും, വീണ്ടും എടുക്കും. അങ്ങനെയൊക്കെ അവർ ലാഭവും ഈ കാലഘട്ടത്തിൽ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്ന് ഒരു ഭാഗം ഒലിച്ചുപോയി എന്ന് മാത്രം നമ്മളിപ്പോൾ വിചാരിച്ചാൽ മതി. അപ്പോൾ എന്തായിരുന്നു ഈ സ്വർണത്തിൻ്റെ ഈ പ്രഹേളികയിൽ ആഗോളതലത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരുന്നത്? നമുക്ക് ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. ശ്രീമതി നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഒരു 3 F'ൽ തൊട്ടൊരു കഥ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ആദ്യത്തേത് ഫ്യൂവൽ, അതായത് ഇന്ധനത്തിൻ്റെ വിലയിലെ വളർച്ച. രണ്ടാമത്തേത് ഫെർട്ടിലൈസർ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രശ്നം. മൂന്നാമത്തേത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ പ്രശ്നം, ഫോറക്സ്. അപ്പോൾ 3 F'ൽ ചുറ്റി ഇന്ത്യ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന്, ധനപരമായിട്ട് ഇന്ത്യ ഒത്തിരി ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ അന്ന് ഉദ്ദേശിച്ചത്. എന്തായിരുന്നു അതിൻ്റെ ആദ്യത്തെ F? ഫ്യൂവൽ. നമുക്കറിയാം, ഹോർമൂസ് കടലിടുക്കിൽ പ്രശ്നം ഉണ്ടായതോടുകൂടി നമുക്ക് വേണ്ട ക്രൂഡ് ഓയിലോ അതുമല്ലെങ്കിൽ പാചകവാതകമോ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതകൾ മങ്ങി. നമുക്കറിയാം, നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ 80% നാം ഇറക്കുമതി ചെയ്യുകയാണ്. അതുപോലെ പാചകവാതകത്തിൻ്റെ 55-60% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇരുട്ടടി പോലെ ഹോർമൂസ് കടൽ പ്രശ്നം വരുന്നത്. ഇവിടെ നമുക്കറിയാം 3131 രൂപയിലേക്ക് വാണിജ്യ സിലിണ്ടറിൻ്റെ, പാചകവാതകത്തിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഉയരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാചക ഗ്യാസിൻ്റെ അടുക്കളയിലെ അതായത് 14 കിലോഗ്രാം ഗ്യാസിൻ്റെ വിലയും വലിയ തോതിൽ ഉയർന്നു. അപ്പോൾ ഇതൊക്കെ ഗാർഹിക ജീവിതത്തെ ബാധിച്ചു. അതുപോലെ തന്നെ എല്ലാ തരത്തിലും വിലക്കയറ്റത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ, അടുത്ത ഒക്ടോബർ വരുന്നേ ഉള്ളൂ, കഴിഞ്ഞ ഒക്ടോബറിൽ എന്തായിരുന്നു ഓൾ ഇന്ത്യ ഉപഭോക്തൃ വില നിലവാരം 0.25% ആയിരുന്നു. അതായത് ഉപഭോക്തൃ വില 0.25% താഴ്ന്നിരുന്നു. പക്ഷേ ഈ പ്രഹേളിക, അതായത് ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് തുടങ്ങിയതിന് ശേഷം ഈ 2-3 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഫെബ്രുവരി 28 തുടങ്ങിയ ആ പ്രശ്നത്തിൻ്റെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിച്ചു? അതിപ്പോൾ ഈ 0.25%ൽ നിന്ന് 4% കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ 9-10% വളർന്നിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയെ വലിയ തോതിൽ പിടിച്ചു കുലുക്കി. ഇന്ത്യയെ മാത്രമല്ല, ഇത് തന്നെയാണ് മറ്റേതൊരു രാജ്യത്തിൻ്റെയും അവസ്ഥ. അങ്ങനത്തെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് ആ പ്രതിസന്ധിയുടെ ഒരു ബാക്കി പത്രം. ആ പ്രതിസന്ധിയിൽ സന്തോഷമായിട്ടിരുന്നത് സ്വർണം മാത്രമാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും എപ്പോഴും മുകളിലേക്ക് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് സ്വർണം മാത്രമായിരുന്നു. ഓഹരി വിപണിയും ആടി ഉലഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം വരുന്നു. സ്വർണത്തിൻ്റെ വിലയിൽ 1 ലക്ഷത്തിന് താഴേക്ക് പോയിരിക്കുന്നു. ഇനി വച്ചടി വെച്ച് താഴേക്ക് പോയേക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചേക്കാം
എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു. പക്ഷേ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പോലും ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ $US വലിയ തരത്തിൽ ലാഭകരമാകുമെന്നർത്ഥം. അപ്പോൾ മറ്റ് ഓഹരി വിപണിയിലേക്ക് പോയിരിക്കുന്ന നിക്ഷേപമാണെങ്കിലും സ്വർണത്തിലേക്ക് പോകുന്ന നിക്ഷേപമാണെങ്കിലും ഫെഡറൽ റിസർവിലേക്ക് പോകും, അതായത് $ലേക്ക് പോകും. കാരണം $, ഫുള്ളി ലിക്വിഡാണ്. അപ്പോൾ ഒരു തരത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ അതൊരു ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് പ്രവർത്തിച്ചുകൊള്ളും. അതുകൊണ്ട് സ്വർണത്തെക്കാളും സ്റ്റോക്ക് മാർക്കറ്റ് ബിസിനസ്സിനേക്കാളും ഒക്കെ കോർപ്പറേറ്റ്സും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് $, അതുപോലെ $, ബേസ്ഡ് ആയിട്ടുള്ള ബോണ്ടുകളും ഒക്കെ. അപ്പോൾ ഈ ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തെങ്കിലും ഈ കഴിഞ്ഞ ആഴ്ച ചേർന്ന മീറ്റിങ്ങിൽ തീരുമാനം എടുത്തെങ്കിലും താമസിയാതെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തിരി വർദ്ധിപ്പിച്ചേക്കാനുള്ള സൂചനയുണ്ട്. എന്താ കാരണം? സൂചനയ്ക്ക് കാരണം US-ലും വിലക്കയറ്റമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ 4% അടുത്ത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ US-ലും വിലക്കയറ്റമുണ്ട്. അതുപോലെ എല്ലാ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഡോളർ മെച്ചപ്പെടുന്നു. അതുപോലെ ഡോളറിൻ്റെ ഇൻഡെക്സ് 101 മുകളിൽ പോയി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഡോളർ വളരെ സ്ട്രോങ് ആകുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ റുപ്പിയൊക്കെ വീക്കാകുന്നു, ഡോളർ സ്ട്രോങ് ആകുന്നു എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ റുപ്പി വീക്കാകുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സ്വർണത്തിൻ്റെ വിലയും താഴേക്ക് വരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ കമ്മട്ടത്തിൽ തന്നെ 880 ടൺ സ്വർണമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ത്യക്കാർ വലിയ സ്വർണ്ണ ഉപഭോഗികളാണ്. അങ്ങനെയും വ്യക്തികളുടെ കയ്യിലും വ്യവസായികളുടെ കയ്യിലും ഒക്കെ ധാരാളം സ്വർണ്ണമുണ്ട്. അപ്പോൾ അതിൻ്റെ വില ഇടിയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ തിരിച്ചടിയാണ്. എങ്കിൽ പോലും സാധാരണ കുടുംബങ്ങൾക്ക് ഈ കുറച്ച് സ്വർണ്ണം ആഭരണത്തിന് വേണ്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് അത് ആശ്വാസമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ ഈ ഏതാനും സമയം കൊണ്ടുണ്ടായ ഈ 28.8% വിലയിടിവ്, സ്വർണത്തിൻ്റെ വിലയിടിവ് ആഹ്ലാദമായി പങ്കുവെക്കുന്നവരുമുണ്ട്. അതോടൊപ്പം അതിൽ വലിയ തോതിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് അത് ഒരു വലിയ കനത്ത തിരിച്ചടിയായിരിക്കും. ഏതായാലും ഈ പ്രതിസന്ധി, അതായത് വെസ്റ്റ് ഏഷ്യയിലെ ക്രൈസിസ് കെട്ടടങ്ങുന്നു എന്ന് വരികിൽ സ്വർണത്തിൻ്റെ വിലയിൽ, അതായത് ആ പ്രതിസന്ധി കെട്ടടങ്ങിക്കഴിഞ്ഞാൽ ഓഹരി വിപണിക്ക് യൂഷ്വൽ എന്നതുപോലെ പ്രവർത്തിക്കാം, പേടിയില്ലാതെ പ്രവർത്തിക്കാം. അപ്പോൾ ഇവിടുന്ന് കടന്നുപോയ വിദേശ നിക്ഷേപകരൊക്കെ വീണ്ടും ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വരും. അപ്പോൾ ഓഹരി വിപണിയുടെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം ഓഹരി വിപണിയുടെ പ്രവർത്തനം നോർമലാകും. എല്ലാ സെൻട്രൽ ബാങ്കുകളും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോകും. എല്ലാ രാജ്യങ്ങളും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഇന്ധനം ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രശ്നമില്ലാതെ പ്രവഹിക്കും. അങ്ങനെ എല്ലാം വരുമ്പോൾ ഒരു നോർമൽസി വരും. ആ നോർമൽസി വരുമ്പോൾ പക്ഷേ നമ്മൾ നേരത്തെ 60,000 സ്വർണത്തിൻ്റെ വില ഇനി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ഒരു 80,000 വരെയൊക്കെ സ്വർണത്തിൻ്റെ വില വന്നേക്കാം. അതായത് സ്വർണം മോഹിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്, അതായത് മക്കളെ കല്യാണം കഴിക്കാനൊക്കെ എന്ന് പറഞ്ഞ് മോഹിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് ആശ്വാസമായിരിക്കാം. പക്ഷേ ഓർമ്മിക്കുക, മാതാപിതാക്കൾ പെൺകുട്ടികളെ പെണ്ണാണ് ധനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവളുടെ വിദ്യാഭ്യാസത്തിൽ, അവളുടെ ആരോഗ്യത്തിൽ, അവളുടെ സ്വഭാവ രൂപീകരണത്തിൽ, ഇതിലൊക്കെ അവളെ ഒരു ഉത്തമ സ്ത്രീയാക്കി വളർത്തിയെടുക്കുക. അതാണ് പേരൻസ് ചെയ്യേണ്ടത്. ഉത്തമ സ്ത്രീയാക്കി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവളാണ് ധനം. അവൾക്ക് വേറെ ധനം ആവശ്യമില്ല. ആ സ്ത്രീ എന്ന ധനം തന്നെ അവൾ എവിടെ എത്തിച്ചേരുന്നോ അവിടെ എല്ലാം ധനമാക്കി മാറ്റും. അതിനുള്ള സ്ഥിതി അവൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു പെൺകുട്ടിയെ വാർത്തെടുക്കാൻ.